ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ റെസിപ്പി ആയിട്ടാണ്. എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് പോമോഗ്രാനൈറ്റിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ റെസിപ്പി ഗായ്സ്. ഞാൻ ആകെ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് 2 പോമോഗ്രാനൈറ്റ് ആണ് ഗായ്സ്. ഇത് ആക്ച്വലി ഇത് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഗായ്സ്, നിങ്ങൾ എന്നൊന്നും പറയരുത്. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, 2 ആക്കിയാണ് കട്ട് ചെയ്യുന്നത്. ബട്ട് ഇതിൽ ഒരെണ്ണത്തിൽ ഫുള്ളും ഡാമേജ്ഡ് ആയിട്ടായിരുന്നു സംഭവങ്ങൾ ഇരുന്ന് വെച്ചാൽ, അതുകൊണ്ട് അതിനകത്തുനിന്ന് ഹാഫ് മാത്രമേ എനിക്ക് പോർഷൻസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ബട്ട് ഗൈസ്, ഇതിനകത്തുനിന്ന് എനിക്ക് ആ പോർഷൻസ് മാത്രമേ കിട്ടിയുള്ളൂ. ബട്ട് അനദർ വൺ, ഇതിനകത്തുനിന്ന് എനിക്ക് ആവശ്യത്തിലധികം കിട്ടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല ഒരു ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം തന്നെ എനിക്ക് ആവശ്യത്തിന് കിട്ടി. അങ്ങനെ അത് കുറേ ടൈം എടുത്താണ് ആക്ച്വലി ഞാൻ ഫുള്ളും തീർത്തത്. പക്ഷേ ഇതിൽ ഞാൻ ഫുള്ളും സ്പീഡിൽ കാണിക്കുന്ന കാരണം അങ്ങനെ പെട്ടെന്ന് തീർന്നു. പിന്നെ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. ആക്ച്വലി ഇത് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് വെറുതെ കഴിക്കാനാണ്. പിന്നെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് ബ്ലഷൊക്കെ ഇട്ട് വലിയ കുറച്ച് അങ്ങനെ അതൊക്കെ തൂത്ത് കളഞ്ഞിട്ട് അങ്ങനെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ നിന്നപ്പോഴാണ് ഇത് മുമ്പിലിരിക്കുമ്പോൾ തിന്നാണ്ടിരിക്കാൻ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ബാക്കി വന്നതാണ്. ആകെ ഇത്ര സാധനങ്ങളാണ് എനിക്ക് ബാക്കി വന്നത്. അങ്ങനെ ബാക്കി വന്ന സാധനം ജാറിലോട്ട് ഇച്ചിരി ആയിട്ട് ആഡ് ചെയ്യാം. ഇത് എന്തോരമാണെന്ന് നോക്കിയിട്ടാണ് ജാറ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഹാഫ് ലെമൺ ഒഴിക്കാം. കുറച്ച് മതി, ഒരു ഹാഫ് ലെമൺ വേണമെങ്കിൽ മതി, നമ്മൾ എടുക്കണ അനുസരിച്ച് മതി. പിന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ ആക്ച്വലി ചിലവർക്ക് ഫ്രഷ് ജ്യൂസിൽ ഷുഗർ ഇടുന്നത് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഷുഗർ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഷുഗർ ഇച്ചിരി ചേർക്കാം. പിന്നെ ഇച്ചിരി വെള്ളം, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി വെള്ളം മതി, അധികം വെള്ളം ചേർക്കണമെന്നില്ല. വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു സ്ട്രക്ചറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയ്ക്ക് വേണ്ടി കൊള്ളില്ലെങ്കിലും സാരില്ല എന്നൊക്കെ വിചാരിച്ചാണ് ചെയ്തത്. ബട്ട് പറയാണ്ടിരിക്കാൻ വയ്യ ഗൈസ്, ഇത് ശരിക്കും സംഭവം അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആകെ വേണ്ടത് 2-3 സാധനങ്ങൾ മാത്രമാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും, അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. ബൈ.